കുട്ടികളെ, അപ്പൊ ഇത് നമ്മൾ 1-2 ചലന നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ന്യൂട്ടൺ തന്നെ ഒന്നാം ചലന നിയമപ്രകാരം കണ്ടുപിടിച്ച നിരീക്ഷണങ്ങൾ ഒന്നാണ്. ഗലീലിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഗലീലിയാണ് ആദ്യമായിട്ട് ഈ നിരീക്ഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനായി ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് 2 ഡെസ്കുകൾ നമ്മളിവിടെ പൊക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അതിലൂടെ ബോർഡിനെ ഉരുട്ടിയിടും. ഗലീലിയുടെ പരീക്ഷണം കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ആദ്യം ബോളിലേക്ക് കൂടെ ഉരുട്ടിയുള്ളൂ. അത് ആദ്യം താഴേക്ക് ഉദ്ഘോഷണമുള്ള ഉരുണ്ട് പോയി പിന്നെ മുകളിലേക്ക് നമ്മുടെ ഡെസ്ക് കാരണം നിർവഹണം കൂടെ മുകളിലേക്ക് പതിയെ ഉരുണ്ട് കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബോൾ ചെയ്ത് പോകാം. അപ്പൊ ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് ന്യൂട്ടൺ എങ്ങനെയാണ് തന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ഗലീലിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നമുക്ക് അടുത്ത കൂട്ടുകാർ കാണിച്ചു തരും. നമുക്ക് അടുത്ത ഗ്രൂപ്പ് വെലോസിറ്റി മാഗ്നറ്റിനുമായി ബന്ധപ്പെട്ടതാണല്ലോ രണ്ടാം ചലന നിയമം. അത് നമുക്ക് കൃത്യമായി രേഖപ്പെടുത്തണം. അത് ഗലീലിയെ രേഖപ്പെടുത്തിയോണ്ടാണല്ലോ ന്യൂട്ടന് രണ്ടാം നിയമം കണ്ടെത്താൻ സാധിച്ചത്. അത് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ ഡെസ്കിനെ ഒരു സ്കെയിലാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സ്കെയിലാക്കി മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബോൾ എടുത്ത് നമ്മൾ ഇവിടെ ഉരുട്ടും. എന്തെന്ന് വെച്ചാൽ ഇത് ഉരുട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് എത്ര സെക്കൻഡ് ആവുമ്പോഴാണ് ഈ ബോൾ നിൽക്കുന്നതെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത കുട്ടിയെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോർഡ് മൂവ് ചെയ്ത്
തേർഡ് ലോ ഓഫ്